ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിഡ്കോട്ട് എഡ്യൂക്കേഷൻ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തമ്മിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും CPC എക്സാമിന് വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ CPC എക്സാം എന്ന് പറയുന്നത് 4 ഹവേഴ്സിൻ്റെ ഒരു എക്സാമിനേഷൻ ആണ്. അതായത് 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 മണി വരെയാണ് നമ്മുടെ എക്സാം ടൈം എന്ന് പറയുന്നത്. 100 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എഴുതാനുണ്ടാവുക അല്ലേ. അപ്പോൾ ഇതെല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ എക്സാമിന് പോകുന്ന സമയത്ത് നമ്മൾ കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാൾ ടിക്കറ്റ് എന്ന് പറയുന്നത് AAPC നമ്മുടെ മെയിൽ IDയിലോട്ട് അയക്കുന്ന ഹാൾ ടിക്കറ്റ് നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുക്കണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് നമ്മുടെ കയ്യിൽ വേണം. പിന്നെ നമ്മൾ എക്സ്ട്രാ വെക്കേണ്ടത് ആധാർ കാർഡാണ്. വേറെ പ്രൂഫുകളൊന്നും നമ്മുടെ കയ്യിൽ വേണ്ട. ഇത് രണ്ടെണ്ണമാണ് നമുക്ക് മസ്റ്റായിട്ട് വേണ്ടത്, ഹാൾ ടിക്കറ്റും അതുപോലെ ആധാർ കാർഡും. പിന്നെ നമുക്ക് വാച്ച് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് വാച്ചസ് ഒന്നും അലൗഡ് അല്ല. നോർമലായിട്ടുള്ള വാച്ച് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ വാട്ടർ ബോട്ടിലിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വാട്ടർ ബോട്ടിൽസ് മാത്രമാണ് എക്സാം ഹാളിലോട്ട് അലോ ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പോൾ വേറെ വാട്ടർ ബോട്ടിൽസ് ഒന്നും നമുക്ക് കയ്യിൽ വെക്കാനായിട്ട് പാടില്ല. അപ്പോൾ ഹാൾ ടിക്കറ്റ്, അതുപോലെ ആധാർ കാർഡ്, നോർമൽ വാച്ച്, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വാട്ടർ ബോട്ടിൽ. അപ്പോൾ പലരും ചോദിക്കും ഈ എക്സാമിന് വേണ്ടിയിട്ട് എന്താ പറയുക പെൻസിൽസോ അല്ലെങ്കിൽ പെന്നൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന്. നമ്മൾ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് എക്സാമിനേഷൻ ആയതുകൊണ്ട് തന്നെ പെൻസിലും പെന്നും ഒന്നും അലോ ചെയ്യില്ല. നോർമലി നമുക്ക് വെറും ഹാൾ ടിക്കറ്റും ആധാർ കാർഡും കൊണ്ടായിരിക്കും നമ്മൾ എൻ്റർ ചെയ്യുന്നത് തന്നെ. ഓക്കെ, വേറെ ഒന്നും നമുക്ക് വേണ്ട ആവശ്യം ഇല്ല. ഇനി ഇതിൻ്റെ പ്രൊസീജിയേഴ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു 10 മണിക്കാണ് നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളൊരു അരമണിക്കൂർ മുന്നേ തന്നെ റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മളൊരു 9:30 ആകുമ്പോൾ തന്നെ അവിടെ എത്തുക. എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് നേരത്തെ എത്താൻ പറ്റുകയാണെങ്കിൽ അത്രയും കുഴപ്പമില്ല. നമുക്ക് അറ്റ്മോസ്ഫിയർ ആയിട്ടൊക്കെ ഒന്ന് സെറ്റ് ആവാനായിട്ട് പറ്റും. അപ്പോൾ ഒരു 9:30 ആകുമ്പോൾ എത്തിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ സെൻറ്ററിനകത്തോട്ട് പ്രവേശിക്കുന്ന സമയത്ത് അവിടെ ഒരു ഓഫീസർ ഉണ്ടാവും. സോ അദ്ദേഹം നമ്മളോട് സിഗ്നേച്ചറൊക്കെ ഇടാനായിട്ട് ആവശ്യപ്പെട്ട് നമ്മൾ സിഗ്നേച്ചറൊക്കെ ഇട്ടതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള മൊബൈലിൽ ഡിജി ലോക്കർ ഓപ്പൺ ചെയ്യണം. ഓക്കെ, എല്ലാവർക്കും അറിയാമായിരിക്കും, മെഡിക്കൽ കോഡിങ് കഴിഞ്ഞ് CPC എഴുതുന്ന ആൾക്കാരുടെ എല്ലാവരുടെ കയ്യിലും ഡിജി ലോക്കർ എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ടാവും. അത് നമ്മുടെ വെരിഫിക്കേഷന് വേണ്ടിയിട്ടുള്ളതാണ്. ആധാർ കാർഡും പാൻ കാർഡും വെരിഫിക്കേഷന് വേണ്ടിയിട്ടുള്ളൊരു ആപ്പാണ്. അപ്പോൾ അത് വെരിഫൈ ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിജി ലോക്കർ അവർ ഓപ്പൺ ചെയ്ത് കാണിക്കാൻ പറയുക. അപ്പോൾ നമ്മളത് ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുത്തതിന് ശേഷം അവിടെ ഒരു തൊട്ടപ്പുറത്തായിട്ടൊരു റൂം ഉണ്ടാവും. സോ അവിടെ വെയിറ്റിംഗ് റൂമാണ്. വെയിറ്റിംഗ് റൂമിൽ നമ്മളോട് ഇരിക്കാൻ പറയും. നമുക്ക് 10 മണിക്കാണല്ലോ എക്സാം. അപ്പോൾ സമയമാകുന്നത് വരെ നമുക്ക് അവിടെ ഇരിക്കാം. അവിടെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കയ്യിൽ നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽസൊക്കെ കൊണ്ടുപോയിട്ട് വെയിറ്റിംഗ് റൂമിൽ ഇരുന്നിട്ട് വായിക്കുകയോ അല്ലെങ്കിൽ പഠിക്കുകയോ ഒക്കെ ചെയ്യാനായിട്ട് പറ്റും. മൊബൈൽ ഫോണും ആ സമയത്ത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. മൊബൈൽ ഫോണൊക്കെ നോക്കി ജസ്റ്റ് PDF ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കാനൊക്കെ പറ്റും. അത് കഴിയുമ്പോൾ ഒരു 9:40 ഒക്കെ ആകുമ്പോഴാണ് നമ്മുടെ എക്സാം സെൻറ്ററിൽ ഇരിക്കുന്ന ആ 2 ഓഫീസേഴ്സ് വരുന്നത്. നമ്മുടെ എക്സാം സെൻറ്ററിൽ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരുന്ന മെയിൻ ഓഫീസേഴ്സ് വരും. അവർ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ജസ്റ്റ് അവിടുത്തെ ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് പറയും. അതിനുശേഷം അവർ ഒന്നുകൂടെ നമ്മുടെ ഡിജി ലോക്കർ ചെക്ക് ചെയ്യും, അതുപോലെ തന്നെ ഹാൾ ടിക്കറ്റും ചെക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ 2 പ്രാവശ്യം വെരിഫിക്കേഷൻ അവിടെ നോക്കുന്നുണ്ട്. ആദ്യം എൻ്റർ ചെയ്യുന്ന സമയത്ത് ഓഫീസർ ഒന്ന് നോക്കും, അതുപോലെ തന്നെ പിന്നെ എക്സാം ഹാളിൽ ഇരിക്കുന്ന ഇൻവിജിലേറ്റേഴ്സ് ഒന്നുകൂടെ ചെക്ക് ചെയ്യും. അവർ ചെക്ക് ചെയ്തതിന് ശേഷം പിന്നീട് നമ്മളെ ഒരു സെക്യൂരിറ്റിൻ്റെ അടുത്ത് പോയതിന് ശേഷം നമ്മൾ ചെറുതായിട്ടൊന്ന് സെക്യൂരിറ്റി ചെക്കപ്പ് കൂടെ നടത്തും. അതായത് ജസ്റ്റ് നമ്മൾ എവിടെയെങ്കിലൊക്കെ നമ്മുടെ വാച്ചൊക്കെ നോക്കും, ഇലക്ട്രോണിക് വാച്ചാണോ നോർമലായിട്ടുള്ള വാച്ചാണോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യും. പിന്നെ ഷൂസൊക്കെ ഇടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഷൂസൊക്കെ അഴിച്ചൊന്ന് കാണിച്ചു തരാനൊക്കെ പറയും. കാരണം അതിൻ്റെ ഇടയിൽ എങ്ങാനും ബിറ്റുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം അവരൊരു നമ്പർ ഓൾറെഡി അവരവിടെ വെച്ചിട്ടുണ്ട്. സോ ആ നമ്പർ എന്ന് പറയുന്ന നമ്മുടെ സിസ്റ്റം എത്രാമത്തെ ആണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ നമ്പർ പ്രകാരം നമ്മളെ വിളിക്കും. നമ്മുടെ നെയിം വിളിക്കുന്ന സമയത്ത് നമ്മൾ അകത്തോട്ട് പോയിട്ട് അവർ നമുക്ക് തന്നിരിക്കുന്ന സിസ്റ്റം നമുക്ക് കാണിച്ചു തരാം. അവിടെ നമുക്ക് ഇരിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് മെയിനായിട്ട് നടക്കുന്നൊരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അതിനുശേഷം എല്ലാ സ്റ്റുഡൻസും അതുപോലെ വന്ന് ഇരുന്നതിന് ശേഷം 10 മണിക്ക് ഒരു 5 മിനിറ്റ് മുന്നൊക്കെ ആകുമ്പോഴത്തേക്കും എല്ലാവരും അവിടെ അറേഞ്ച് ചെയ്ത് ഇരുത്തിയിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് അവർ പറയുന്നത് പോലെ അവർ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ ഓരോന്ന് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരും. അത് അവർ ഓൾറെഡി അവിടെ നിന്ന് പറയുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ അപ്ഡേറ്റ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി പലരുടെയും ഡൗട്ടാണെങ്കിൽ 4 മണിക്കൂറാണല്ലോ എക്സാം. അതുകൊണ്ട് തന്നെ ഇപ്പം വെള്ളം സപ്പോസ് നമ്മൾ കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ എന്താണെന്നൊക്കെ അതൊന്നും കുഴപ്പമില്ല. നമുക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ അവിടെ അവരോട് പറയാം. വെള്ളം നമുക്ക് അവർ അടുത്ത് കൊണ്ടുവന്ന് തരും. ഇൻ കേസ് അല്ലാത്ത പക്ഷം നമുക്ക് ട്രാൻസ്പാരൻറ്റ് യൂസ് ചെയ്യാം. ട്രാൻസ്പാരൻറ്റ് ബോട്ടിൽസ് കൊണ്ടുവന്ന് അത്രയും നല്ലതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അവരാണെങ്കിലും
വാഷ്റൂം നമ്മുടെ എക്സാം ഹാളിനകത്ത് തന്നെ ഉണ്ടാവും. സോ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അത് യൂസ് ചെയ്യാം. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മുടെ എക്സാം എന്ന് കൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. സോ അതൊരിക്കലും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ വാഷ്റൂം യൂസ് ചെയ്യാനായിട്ട്. പിന്നെ ഒരു കാര്യം, എന്തായാലും ഇപ്പോൾ തനിച്ച് എക്സാം എഴുതാൻ വേണ്ടി പോകുന്ന ആൾക്കാരായിരിക്കും ചില ആൾക്കാരൊക്കെ. ചിലവരുടെ കൂടെ പാരൻസോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ്, അതായത് ബാഗ് അല്ലെങ്കിൽ ബാഗിൽ തന്നെ വേറെ എന്തെങ്കിലും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ. എക്സ്ട്രാ ഉള്ള സാധനങ്ങളെല്ലാം എന്താ പറയുക, നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ലോക്കറും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ലോക്കറിൻ്റെ കീ നമുക്ക് തരും. അതിനകത്ത് നമുക്ക് നമ്മുടെ സാധനങ്ങളെല്ലാം വെക്കാം. എന്നിട്ട് എക്സാം കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് ലോക്കറിൽ നിന്ന് നമ്മുടെ സാധനങ്ങളെടുത്ത് ലോക്കറിൻ്റെ കീ അവിടെ ഭദ്രമായിട്ട് അവർക്ക് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പം അങ്ങനൊരു ഫെസിലിറ്റി കൂടെ AAPC വെക്കുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് പറയുകയാണെന്നുണ്ടെങ്കിൽ എക്സാമിൻ്റെ പാസ് മാർക്ക് പറയാം. ഓക്കെ, അത് എല്ലാവർക്കും അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു, എന്നാലും പറയാം. മിനിമം 70% ആണ് നമ്മുടെ പാസ് മാർക്ക് വരുന്നത്. 100ൽ 70 എങ്കിലും വേണം. ഓക്കെ, പിന്നെ ഇതിൻ്റെ റിസൾട്ട് എപ്പോഴാണ് വരുന്നത് എന്നുള്ളത്, അതായത് ഇപ്പോൾ നമ്മൾ എക്സാം എഴുതിയിട്ട് വന്നത് ഇന്ന്, അതായത് 10 മണിക്ക് തുടങ്ങിയിട്ട് 2 മണി വരെയാണെന്ന് പറഞ്ഞു അല്ലേ. 2 മണിക്ക് എഴുതിയിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നെക്സ്റ്റ് ഡേ, അതായത് പുലർച്ചെ 2 മണിക്ക് തന്നെ നമുക്ക് അറിയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. അത് എവിടെ ചെന്നിട്ടാണ് ഇത് അടിച്ചു കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊരു മെയിൽ വരും, AAPCയുടെ ഒരു മെയിൽ വരും. അപ്പോൾ ആ സമയത്ത് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം യൂസർ നെയിമും പാസ്വേഡും അടിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാനായിട്ട് പറ്റും. പിന്നെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് എപ്പോഴാണെന്നുള്ളത്, അത് കുറച്ച് ടൈം എടുത്തിട്ടാണ് നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. ഐ തിങ്ക് ഒരു 1 മന്തൊക്കെ നമുക്ക് എടുക്കും. ഓക്കെ, പക്ഷേ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെയിൽ ത്രൂ എല്ലാം അറിയാനായിട്ട് പറ്റും. ഡയറക്റ്റ് കൊറിയർ ഡെലിവറി ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. സോ നമ്മുടെ അഡ്രസ്സ്, നമ്മൾ കൊടുത്തിട്ടുള്ള അഡ്രസ്സിലോട്ട് അത് ഇഷ്യൂ ആയിപ്പോരും. ഓക്കെ, അപ്പം സോ ഇത്രയുമാണ് SCPC എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാർ അറിയേണ്ട കാര്യങ്ങൾ. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എന്തായാലും അടിപൊളിയായിട്ട് എഴുതിയിട്ട് വരിക. താങ്ക്സ് ഫോർ വാച്ചിങ്.